അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ ലഡു ആണ് തയ്യാറാക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു. സാധാരണ നമ്മൾ കടലപ്പൊടി വെച്ചിട്ടാണ് ലഡു തയ്യാറാക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഈ ലഡു തയ്യാറാക്കുന്നത് കടലപ്പൊടി വെച്ചിട്ടല്ല, കടലപ്പരിപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ കടലപ്പരിപ്പ് വെച്ചിട്ട് നമുക്ക് ലഡു ഉണ്ടാക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ലഡു തയ്യാറാക്കാൻ വേണ്ടി 1 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. കടലപ്പരിപ്പ് ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുത്ത് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടലപ്പരിപ്പ് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരക്കാൻ വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ പരിപ്പ് കുതിർത്തെടുത്തിട്ടുള്ള വെള്ളമൊക്കെ മുഴുവനായിട്ട് കളഞ്ഞിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ. അപ്പോൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് ഈ പരിപ്പ് നല്ല തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ പരിപ്പ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത്, ഇതുപോലെ ഇങ്ങനെ തരിതരിയായിട്ട് കിട്ടണം. ഇനി അരച്ചെടുത്തിട്ടുള്ള ഈ പരിപ്പ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അരച്ചെടുത്തിട്ടുള്ള പരിപ്പെല്ലാം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പൊന്നും കുറച്ചായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഷേപ്പൊന്നും നോക്കണ്ട കേട്ടോ. കൈ വെച്ചൊന്ന് പരത്തിയെടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്ന ശേഷം മാവ് കുറച്ചായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം കട്ടിയിലല്ലാതെ കൈ വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ കടലപ്പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് ആ പരിപ്പിൻ്റെ ഒരു മണവും ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടും. നല്ല കട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ളു വേവാതെ കിടക്കും. അപ്പോൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കടലപ്പരിപ്പൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ കടലപ്പരിപ്പൊന്നും കളറൊന്നും മാറി പോവാതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ കടലപ്പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വരും. അധികം മൊരിച്ചെടുക്കണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു തുടങ്ങിയാൽ തന്നെ നമുക്കിത് പാനിന്ന് മാറ്റി വെക്കാം. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അധികം കളർ മാറിപ്പോരുത് കേട്ടോ. അപ്പോൾ ലഡുവിൻ്റെ ടേസ്റ്റും കളറൊക്കെ അങ്ങ് മാറിപ്പോവും. അപ്പോൾ ഇതേപോലെ ഇനി നമുക്ക് ബാക്കിയുള്ള പരിപ്പെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ പരിപ്പെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ അധികം കളർ മാറിപ്പോവാതെ നന്നായിട്ട് അങ്ങ് മൊരിഞ്ഞു പോവാതെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അധികം പൊടിയാതെ നല്ല തരിതരിപ്പായിട്ട് തന്നെ വേണം നമുക്ക് ഇതും പൊടിച്ചെടുക്കാൻ. ഇപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തെടുത്തെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ. നന്നായിട്ട് അങ്ങ് പൊടിഞ്ഞു പോകരുത്, ഇതുപോലെ ഇങ്ങനെ തരിതരിയായിട്ട് കിടക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ട കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു പാന് ചൂടാക്കിയ ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യ് നന്നായിട്ട് ചൂടായി വന്നതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. കാഷ്യൂനട്ടൊന്നും അധികം കളർ മാറാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഈ മുന്തിരിയൊക്കെ ഒന്ന് പൊങ്ങി വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ കാഷ്യൂനട്ടും കിസ്മിസും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എത്രത്തോളം കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് ആ അളവിൽ തന്നെ പഞ്ചസാര എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി നന്നായിട്ട് തിളച്ച് ഏകദേശം ഒരു ഒറ്റനൂൽ പരുവായി തുടങ്ങണം. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി നന്നായിട്ടൊന്ന് തിളച്ചു തുടങ്ങിയാൽ നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ഏലക്കായ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലഡുവിന് നല്ല കളറ് വേണമെങ്കിൽ ഒരു നുള്ള് ഓറഞ്ച് ഫുഡ് കളറോ അല്ലെങ്കിൽ യെല്ലോ ഫുഡ് കളറോ ചേർക്കാം. അതല്ലെങ്കിൽ നമ്മൾ പരിപ്പരച്ചെടുക്കുന്ന സമയത്ത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താലും മതി. ഞാനിപ്പോൾ ഇതിന് കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു ഒറ്റനൂൽപ്പരുവൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത്ര ആയാൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് പൊടിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും കിസ്മിസും അതിലുള്ള നെയ്യോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 2 നുള്ള് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടൊന്ന് സോഫ്റ്റ് ആയി തുടങ്ങണം. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ മൂടി വെച്ച് കൊടുക്കുമ്പോൾ ഷുഗർ സിറപ്പൊക്കെ ഇതിലേക്ക് നന്നായിട്ട് അങ്ങ് പിടിച്ചോളും. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. അപ്പോൾ ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ മാത്രം ചൂടാവണം.
അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ലഡുവിൻ്റെ മിക്സ് കുറച്ചൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് എത്രത്തോളം വലുപ്പത്തിലാണോ ലഡു വേണ്ടത് അതിനനുസരിച്ച് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം വലുപ്പത്തിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്കാം. കാണുമ്പോഴേ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണിത്. പിന്നെ കുറച്ച് കളറൊക്കെ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ ബാക്കിയുള്ള ലഡു എല്ലാം നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഞാൻ ലഡു എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെടുത്തിട്ടുള്ള 1 കപ്പ് കടലപ്പരിപ്പ് വെച്ചിട്ട് 13 ലഡു ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അധികം വലിപ്പമുള്ളതല്ല കേട്ടോ, ഒരു മീഡിയം വലിപ്പത്തിലുള്ള 13 ലഡു തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഈ ലഡു ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.